ജനങ്ങളിൽ 67% തങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും പേഴ്സണൽ ലോൺ എടുക്കുന്നുണ്ട്. അതാത് സമയങ്ങളിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടാൻ പ്രയാസപ്പെടുമ്പോഴാണ് നമ്മളിൽ പലരും ലോൺ എടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ലോൺ എടുക്കുന്നതിനെ തള്ളി പറയുന്നില്ല. എന്നാൽ വളരെ ശ്രദ്ധിച്ചു വേണം ഈ ലോൺ ഉപയോഗിച്ച് കളിക്കാൻ. കൂറ്റൻ പലിശ ചുമത്തുന്ന വായ്പകൾ നമ്മുടെ ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിച്ചേക്കാം. പല ഫോമുകളും രേഖകളും സബ്മിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്താൽ കിട്ടുന്ന ബാങ്ക് ലോണുകളും എടുത്തു കഴിഞ്ഞാൽ നമ്മളെ മൊത്ത സമാധാനം കൊണ്ടുപോകുന്ന ചൈനീസ് ലോൺ ആപ്പുകളും മോർഫി ചെയ്ത് ഭീഷണിപ്പെടുത്തുന്ന മറ്റു പല ലോൺ ആപ്പുകളും മാത്രമാണ് നമ്മൾ ഇതുവരെ കണ്ട ലോൺ മെത്തേഡ്സ്. എന്നാൽ അതിന്റെ പുറമെ ഇതിനൊക്കെയും മികച്ച സിബിൽ സ്കോറും ആവശ്യമാണ്. എന്നാൽ ഇതൊന്നുമില്ലാതെ ഒരു നല്ല മ്യൂച്വൽ ഫണ്ട് സേവിങ്സ് മാത്രം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിലും എളുപ്പത്തിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാം. അതും ലോൺ എടുത്ത് നിങ്ങൾക്ക് അതിലൂടെ വരുമാനവും നേടാം. താരതമ്യേന കുറഞ്ഞ പലിശയും അടച്ചാൽ മതി. ഇതിലൂടെ എല്ലാവരും ലോൺ എടുക്കണം എന്ന് പറയുകയല്ല. ലോൺ എടുക്കാതെ കാര്യങ്ങൾ നടന്നാൽ അത്രയും നല്ലതാണ്. പക്ഷെ ലോൺ എടുക്കാൻ നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ലോൺ അഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഓപ്ഷൻ. അതെങ്ങനെ എടുക്കാം, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിന് പറ്റിയ മികച്ച പ്ലാറ്റ്ഫോം ഏതാണ് എന്നൊക്കെയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മ്യൂച്വൽ ഫണ്ട് ലോൺ ഓപ്ഷനിൽ ഏറ്റവും പോപ്പുലറായ വോൾട്ട് മണിയെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചില്ലറ വ്യാപാരി ഉപഭോക്താക്കളെ അവരുടെ മ്യൂച്വൽ ഫണ്ടുകളും സ്റ്റോക്കുകളും പണയം വെച്ചുകൊണ്ട് സ്പോട്ടിൽ കുറഞ്ഞ നിരക്കിൽ ക്രെഡിറ്റ് നേടാൻ പ്രാപ്തമാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വോൾട്ട്. നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടുകളുടെ വലിപ്പം അനുസരിച്ച് 25,000 രൂപ മുതൽ 2 കോടി രൂപ വരെ ഇതിലൂടെ വായ്പ ലഭിക്കും. സെക്യൂരിറ്റികൾക്കെതിരായിട്ടുള്ള വായ്പയെക്കുറിച്ചുള്ള RBIയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ആ സെക്യൂരിറ്റിയുടെ മൊത്തം മൂല്യത്തിന്റെ 50% മാത്രമേ കടം കൊടുക്കാൻ കഴിയൂ. അതായത് 1 ലക്ഷം രൂപയാണുള്ളതെങ്കിൽ 50,000 രൂപ മാത്രമേ മാക്സിമം കടം കിട്ടുകയുള്ളൂ. മാത്രമല്ല വോൾട്ട് മണിയിൽ നിന്ന് ഒരു ലോൺ ലഭിക്കുന്നതിന് ഒരു ഉപയോക്താവ് കുറഞ്ഞത് 50,000 രൂപയെങ്കിലും മ്യൂച്വൽ ഫണ്ടുകളിൽ കൈവശം വെക്കണം. എന്നാൽ ഇത് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിനാണ്. ഡെപ്റ്റ് ഇൻവെസ്റ്റ്മെന്റിനാണെങ്കിൽ 80%വും ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിൽ 90%വുമാണ് ലോൺ ലഭിക്കുക. പല എമർജൻസി സിറ്റുവേഷനുകളിലും നമുക്ക് വേണ്ട സമയത്ത് ലോൺ കിട്ടാറില്ല. ചിലപ്പോൾ നിങ്ങളുടെ ITR അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം സോഴ്സ് അത്ര ശക്തമല്ലെങ്കിൽ ബാങ്ക് വായ്പ നൽകില്ല. എന്നാൽ നിങ്ങൾക്കൊരു ശക്തമായ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ലോൺ എടുക്കാം. 10% മുതൽ 12% വരെ ആയിരിക്കും ഇതിന് നിങ്ങൾ വാർഷിക പലിശ നൽകേണ്ടി വരിക. എന്നാൽ നിങ്ങളുടെ ഈ മ്യൂച്വൽ ഫണ്ട് മികച്ചതാണെങ്കിൽ വർഷത്തിൽ 15% മുകളിൽ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും. സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 15 - 10 5% നിങ്ങൾക്ക് അപ്പോഴും ലാഭമാണ്. മാത്രമല്ല നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ സേഫുമാണ്. ആ സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കുകയും ചെയ്യും. ഇതാണ് ലോൺ അഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ടിന്റെ പ്രത്യേകത. ഈ വായ്പയിൽ പലിശ അടച്ചതിന് ശേഷവും നിങ്ങൾക്ക് ഒരു നെറ്റ് ഗെയിനർ ആയിട്ട് നിങ്ങൾ തിരിച്ചു വരും. ഇനി നിങ്ങൾക്ക് എത്ര എമൗണ്ട് ലോണായി ലഭിക്കും എന്ന് നോക്കാം. ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജിലേക്കാണ് നിങ്ങൾ എത്തുക. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പറും പാൻ നമ്പറും നൽകി കഴിഞ്ഞാൽ ചെക്ക് എലിജിബിലിറ്റി ഫ്രീ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് നിങ്ങളുടെ ആ നമ്പറിലുള്ള മുഴുവൻ പോർട്ട്ഫോളിയോയും ഫെച്ച് ആവുന്നതാണ്. തുടർന്ന് സിബിൽ സ്കോറിനെ ബാധിക്കാതെ തന്നെ വെറും 15 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ആ മ്യൂച്വൽ ഫണ്ട് വെച്ച് എത്ര തുക ലഭിക്കുമെന്ന് കാണാം. അതിന് തൊട്ടടുത്തായി അതിന്റെ പലിശ നിരക്കും ചാർജസും ഒക്കെ കാണാം. 10.50% ഇതിൽ കാണുന്നത്. അതൊരു മികച്ച ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്ന് ലോൺ എടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമുക്കറിയാം നമ്മുടെ പ്രോപ്പർട്ടികൾ വരെ പണയപ്പെടുത്തി എടുക്കുന്ന ഹോം ലോണുകൾക്ക് ഇപ്പം 9% പലിശ. ഇനി ഈ ലോൺ ആവശ്യമുള്ളവർക്ക് വിഡ്രോ സെലക്ട് ചെയ്ത് KYC വെരിഫിക്കേഷൻ, ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ, റിവ്യൂ എഗ്രിമെന്റ് എന്നിവ കംപ്ലീറ്റ് ആക്കിയാൽ ഈ ലോൺ എമൗണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ വോൾട്ട് മണി ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത്. ഇതിന്റെ പ്രധാന ബെനിഫിറ്റ്സ് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാം. മെയിനായിട്ട് സമയം തന്നെയാണ്. ഡോക്യുമെന്റേഷനും വെരിഫിക്കേഷനും ഒക്കെ നോക്കാൻ 4-5 ദിവസമൊന്നും വേണ്ട. 100% ഡിജിറ്റലും അനായാസവുമായ പ്രക്രിയയിലൂടെ വെറും 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ലോൺ ഫണ്ട് നേടാവുന്നതാണ്. രണ്ടാമതായി നിങ്ങൾക്ക് എവിടെയും പോയി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. വീട്ടിലിരുന്നോ ബസ്സിൽ നിന്നോ എവിടെ നിന്നും ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാം. മൂന്നാമതായി സിബിൽ സ്കോർ ഒന്നും ഈ എലിജിബിലിറ്റിയെ ബാധിക്കില്ല എന്നതാണ്. മറ്റൊരു പ്രധാന കാര്യം, നിങ്ങളുടെ ലോങ് ടൈം ഫിനാൻഷ്യൽ ഗോൾസിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ, അതായത് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടുകൾ വിൽക്കാതെ തന്നെ പെട്ടെന്നുള്ള സാമ്പത്തിക ആവശ്യകതകൾ ഇതിലൂടെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ ലോൺ എടുത്തതിന് ശേഷവും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം തുടരാൻ സാധിക്കും. സോ നിങ്ങളുടെ സേവിങ്സ് അവിടെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, വളരെ കുറഞ്ഞ കാലത്തേക്ക് പോലും, അതായത് വെറും 3 ദിവസത്തേക്ക് വരെ ഇതിലൂടെ വായ്പ എടുക്കാം എന്നതാണ്. അടുത്തത്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ലോൺ എലിജിബിലിറ്റി പരിശോധിക്കാം. അത് വലിയൊരു ധൈര്യമാണ്. പെട്ടെന്നൊരു ആവശ്യത്തിന് ഈ തുക ബാക്കപ്പ് ആയിട്ടുണ്ട് എന്നത് വലിയൊരു ഹെൽപ്പായിരിക്കും. കാരണം ഏത് സമയത്തും നിങ്ങൾക്ക് ഈ വായ്പ എടുക്കാം. അധിക നിരക്കുകളൊന്നും കൂടാതെ തന്നെ എപ്പോൾ വേണമെങ്കിലും ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. പലിശ പ്രതിമാസമായും ഒറ്റത്തവണയായും അടയ്ക്കാനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. നിങ്ങളുടെ ഹോൾഡിംഗ്സ് വിലയിരുത്തി വോൾട്ടിന്റെ NBFC പാർട്ണറിൽ നിന്നാണ് ഈ ഫണ്ട് കടമായി ലഭിക്കുക. മാത്രമല്ല ഇന്ത്യയിലെ വിവിധ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളിലെ 4500-ലധികം അംഗീകൃത മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഈ വായ്പ ലഭിക്കുന്നതിന് അർഹതയുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ എലിജിബിലിറ്റിയും എത്ര തുക കിട്ടുമെന്നും ഒക്കെ ഒന്ന് നോക്കി വെച്ചോളൂ. ഭാവിയിൽ ഒരു സാഹചര്യത്തിൽ ആവശ്യം വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഫണ്ട് ഒപ്പിക്കാം. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും മറ്റും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.